ഹായ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീടെറ്റ്. നമുക്കറിയാം, ഒരു അധ്യാപക ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നേടിയിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് സീടെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ കഴിഞ്ഞ സീടെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കണ്ടന്റിൻ്റെ എന്തറിഞ്ഞിരിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെ? പത്രത്തിൽ കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ സീടെറ്റിനെല്ലാം ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ ഈ സീടെറ്റിൽ ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ബൊയാൻസി ഫോഴ്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആക്ടിൻ. അതായത് ഒരു ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഇട്ടിരിക്കുന്നു. ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ബൊയാൻസി ഫോഴ്സ്, ഒരു ലിക്വിഡിൽ ഒബ്ജക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ പ്രധാനമായിട്ടും രണ്ട് തരം ഫോഴ്സുകളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് എന്ന് പറയുന്നത് താഴേക്ക് പ്രയോഗിക്കുന്ന ബലം, അല്ലേ? ആ താഴേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മനസ്സിലാക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് മനസ്സിലാക്കാം, അല്ലേ? അതേപോലെ തന്നെ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഒരു ബലമുണ്ട്, അല്ലെങ്കിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ അപ്വേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൊയാൻസി ഫോഴ്സ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ബൊയാൻസി ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. നോക്കിക്കോളൂ, ഡൗൺവേർഡ് ആണോ? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പാരലൽ ടു ലിക്വിഡ് സർഫസ് അല്ലല്ലോ, ലിക്വിഡ് സർഫസിന് പാരലായിട്ട് അല്ലല്ലോ ആക്ട് ചെയ്യുന്നത്, അതല്ല. ഓൾ ഡയറക്ഷൻ അതുമല്ല, എന്താണ്? അപ്വേർഡ് ഡയറക്ഷൻ, അല്ലേ? അപ്പോൾ ഓർക്കുക, ബൊയാൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷനിലാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നോക്കിക്കോളൂ, പാരലൽ ടു ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസിന് പാരലായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് അതെന്ത് ഫോഴ്സാണ്? ആ ലിക്വിഡ് സർഫസിന് പാരലായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മലയാളത്തിൽ നമ്മൾ പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ എന്നാണ് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? വളരെ ബേസിക് ആയിട്ട് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് വിത്ത് ഡെൻസിറ്റി ഓഫ് 12 gram ml ആൻഡ് എ വോളിയം ഓഫ് 3 ml. നോക്കിക്കൊടുക്കുക, മാസ് ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. m/v എന്നുള്ളതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ടത് മാസ് ആണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? ബാക്കി ഇവിടെ ഡെൻസിറ്റിയും വോളിയവും തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി, അല്ലേ? ഡെൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡെൻസിറ്റി 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? വോളിയം 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എത്രയാണ്? 36 ഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക. 36 ഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. നമുക്കറിയാം, കൺസെപ്റ്റ് നമുക്കറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അവിടെ ഡെൻസിറ്റിയും വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാസ് കാണുക. മാസ് കാണാനായിട്ട് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇതെല്ലാം റീസെൻ്റ്ലി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്ത നോക്കിക്കൊള്ളുക, രവി ടുക്ക് സം വാട്ടർ ഇൻ ഗ്ലാസ് ആൻഡ് ഹി പുട്ട് എ ലെമൺ ഇൻ ഇറ്റ്. രവി ഒരു ഗ്ലാസ് എടുക്കുന്നു, അല്ലേ? അതിലേക്ക് വെള്ളം നിറച്ചിട്ട് ഒരു നാരങ്ങ ഇടുന്നു, അല്ലേ? ഒരു ലെമൺ നാരങ്ങ ഇടുന്നു. സോ വെള്ളം നിറച്ചിട്ട് നാരങ്ങ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നാരങ്ങ എന്ത് ചെയ്യും? മുങ്ങിപ്പോവും, അല്ലേ? ഹി കീപ്സ് ആഡിങ് എ ലോട്ട് ഓഫ് സോൾട്ട് ഇൻ ടു ദ വാട്ടർ, ഹാഫ് ഓഫ് സ്പൂൺ അറ്റ് എ ടൈം. ആഫ്റ്റർ സം ടൈം ഹി നോട്ടീസ് ദാറ്റ്. കുറച്ച് സോൾട്ട് ഇടുന്നു, അല്ലേ? നമ്മൾ കുറച്ച് വീണ്ടും അതിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ലെമണിലേക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് സോൾട്ട് ഇടുന്നു. പത്രത്തിൽ നമ്മൾ സോൾട്ട് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കൊള്ളുക, ഒരു ഫ്രഷ് വാട്ടറിലാണ് എങ്കിൽ ലെമൺ എന്ത് ചെയ്യും? ലെമൺ സിങ്ക് ചെയ്യും. പക്ഷേ അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കൂടുകയാണ്? സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുകയാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും കൂടുന്നു? അപ്വേർഡ് ഡയറക്ഷൻ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിട്ടുള്ള ബൊയാൻസി ഫോഴ്സും കൂടുന്നു. ഓക്കെ, സോൾട്ട് ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി കൂടുക എന്നുള്ളതാണ്.
ഡെൻസിറ്റി കൂടുമ്പോൾ അവിടെ ബൊയാൻസി ഫോഴ്സും കൂടുന്നു. ബൊയാൻസി ഫോഴ്സ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ബൊയാൻസി ഫോഴ്സ്. തന്മൂലം നാരങ്ങ അല്ലെങ്കിൽ ആ ലെമൺ എന്ത് സംഭവിക്കുന്നു? ലെമൺ ഫ്ലോട്ടഡ് ഇൻ വാട്ടർ അല്ലേ, വെള്ളത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നു? ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്നു, മുകളിലേക്ക് അത് ഫ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലേ. അതായത് സൈലവും ഫ്ലോയും ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു റെസ്റ്റ് ഓഫ് പ്ലാന്റ്. അതേപോലെ ഫ്ലോയം ട്രാൻസ്ലൊക്കേറ്റ് ഫുഡ് ഫ്രം ലീഫ് ഓഫ് വേരിയസ് പാർട്ട് ഓഫ് പ്ലാന്റ്. നോക്കിക്കൊള്ളുക, നമ്മുടെ പ്ലാന്റ്സിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വാസ്കുലാർ ടിഷ്യൂസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ്സിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സൈലവും ഫ്ലോയവുമാണ്. സൈലം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും ലീഫിലേക്ക് എത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈലമാണ് അല്ലേ, സൈലമാണ്. സോ റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടർ ആൻഡ് മിനറൽസ് ലീഫിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സൈലമാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ അത് ലീഫിൽ വന്നു കഴിഞ്ഞാൽ ലീഫ് ഈ വാട്ടറും അതേപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുകയാണ് അല്ലേ. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന മൈന്യൂട്ട് പോറിലൂടെ ഓക്സിജൻ പുറന്തള്ളുന്നു. ബാക്കിയുണ്ടാകുന്ന ഗ്ലൂക്കോസിനെ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് ശേഖരിച്ച് വെക്കുന്നു. അങ്ങനെ ആ ഗ്ലൂക്കോസിനെ പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശേഖരിച്ച് വെക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്ന് മനസ്സിലാക്കുക? അത് ഫ്ലോയമാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സൈലം എന്താണ്, ഫ്ലോയം എന്താണ്? സൈലവും ഫ്ലോയവും വാസ്കുലാർ ടിഷ്യൂസ് ആണ്. അതിൽ സൈലം എന്ന് പറയുന്നത് റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും ലീഫിലെത്തിക്കുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ ഫംഗ്ഷൻ. ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയൽ അല്ലേ, ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽസിനെ പ്ലാന്റ്സിന്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഇവിടെ സൈലം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് അല്ലേ, ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ്മെന്റ് നടക്കുന്നുള്ളൂ. അത് മുകളിലേക്കാണ് വെള്ളത്തെ കൊണ്ടുപോകുന്നത്, വാട്ടർ മിനറൽസും കൊണ്ടുപോകുന്നത്. സോ അതറിയപ്പെടുന്ന പേര് യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് എന്നാണ്. പക്ഷേ ഫ്ലോയത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഫ്ലോയം മുകളിലേക്കോ താഴേക്കോ പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്കോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഫ്ലോയം അറിയപ്പെടുന്ന പേര് ബൈ ഡയറക്ഷണൽ മൂവ്മെന്റ് എന്നാണ്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും ഫുഡ് മെറ്റീരിയൽസ് മുകളിലേക്കോ താഴേക്കോ പ്ലാന്റിന് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതുകൊണ്ട് ഫ്ലോയം അറിയപ്പെടുന്ന പേര് എന്താണ്? ബൈ ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും അല്ലേ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ട്രൂ ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഡോക്ടർ പ്രിസ്ക്രൈബ് ബ്ലഡ് ടെസ്റ്റ് ഫോർ പേഷ്യൻറ്റ് ടു കൺഫേം മലേറിയ. ബ്ലഡ് ടെസ്റ്റ് ഈസ് ഡൺ ടു മലേറിയ എന്ന് പറയുന്നത് അല്ലെ, മലേറിയ അല്ലെങ്കിൽ നമ്മുടെ മലമ്പനി എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ പരത്തുന്ന രോഗമാണ്. ഏത് പ്രോട്ടോസോവൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ പരത്തുന്ന രോഗമാണ് മലേറിയ എന്ന് പറയുന്നത്. ഓരോ രോഗങ്ങൾക്കും ഓരോ വെക്ടർ ഉണ്ടാവും. ആ മലേറിയയുടെ വെക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയയുടെ വെക്ടർ എന്ന് കൂടി മനസ്സിലാക്കുക. മലേറിയയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഒന്ന്, മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ഏത് പ്രോട്ടോസോവൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആണ്. അതിൻ്റെ വെക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയയുടെ വെക്ടർ എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചെക്ക് ദ മൈക്രോബ്സ് ഇൻ ബ്ലഡ് അല്ലെ, ബ്ലഡിൽ ഉള്ള മൈക്രോബ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു അളവ് ചെക്ക് ചെയ്യാനാണ് എന്ത് സഹായിക്കുന്നത്? ഈ മലേറിയ വരുന്ന പേഷ്യൻറ്റിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അടുത്ത നോക്കിക്കൊള്ളുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെറ്റ് ഓഫ് ആനിമൽ ഇൻ വിച്ച് ഓൾ ഷോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം. അതായത് സ്പാം അല്ലേ, മെയിൽ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്പാമും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓവവും അല്ലേ. അപ്പോൾ അത്തരത്തിൽ സ്പാമും ഓവവും കൂടിച്ചേരുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ
ഫോർട്ടിലൈസേഷൻ അല്ലേ? ഫോർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ആ ഫോർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? സൈഗോട്ട് രൂപപ്പെടുന്നത്. സൈഗോട്ട് പിന്നീട് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ എംബ്രിയോയ്ക്ക് സെൽ ഡിഫറൻസിയേഷൻ സംഭവിച്ചാണ് മറ്റ് പല സെല്ലുകളായിട്ട് മാറുന്നത്. ഓക്കെ, ആദ്യം സ്പാം ഉണ്ടാവുന്നു, ഓവം ഉണ്ടാവുന്നു. സ്പാമും ഓവവും കൂടി കൂടിച്ചേരുന്ന പ്രോസസ്സിനെ ഫോർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ആ ഫോർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ എംബ്രിയോ ആണ് പിന്നീട് മറ്റ് പല സെല്ലുകൾ, മറ്റ് പല ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സെൽ ഡിഫറൻസിയേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ഫോർട്ടിലൈസേഷനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും രണ്ടെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും. ഇവിടെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്താണെന്നാണ് അല്ലേ? ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെന്നാണ്. എക്സിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെന്നാണ്. സോ ഈ ഫെർട്ടിലൈസേഷൻ, അതായത് സ്പേമും ഓവും കൂടി കൂടിച്ചേരുന്നത് ഫീമെയിൽ ബോഡിക്ക് ഉള്ളിലാണ് എങ്കിൽ അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും, ഈ സ്പേമും ഓവും കൂടി കൂടിച്ചേരുന്നത് ഫീമെയിൽ ബോഡിക്ക് പുറത്താണ് എങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. രണ്ട് കൺസെപ്റ്റ്, ഇന്റേണലും എക്സ്റ്റേണലും. ഫീമെയിൽ ബോഡിക്ക് ഉള്ളിലാണ് എങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും, ഫീമെയിൽ ബോഡിക്ക് പുറത്താണ് എങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആനിമൽ വിച്ച് ഓൾ ഷോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഈ പറഞ്ഞ ജീവികളിൽ എല്ലാ ജീവികളും ഏതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നത്? നോക്കിക്കൊള്ളുക. ഫ്രോഗ് കാണിക്കുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഫിഷ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത്. സ്റ്റാർ ഫിഷ് കാണിക്കുന്നതും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. എ മാഗ്നസ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസ്. ഇഫ് 2 pieces are brought closer to each other they will. ഒരു മാഗ്നറ്റ് മുറിഞ്ഞ് രണ്ടാവുന്നു. അത്തരത്തിൽ രണ്ടാകുമ്പോൾ ഈ മാഗ്നറ്റ് അടുപ്പിച്ച് കൊണ്ടുവന്നാൽ അതിനെന്ത് സംഭവിക്കുന്ന നോക്കുന്നത്. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന് 2 പോളുകളുണ്ട് അല്ലേ? ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഇതിൽ നോർത്ത് പോളുകൾ വന്നു കഴിഞ്ഞാൽ, നോർത്ത് പോളുകൾ തമ്മിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പല്ല് ചെയ്യുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നോർത്തും സൗത്തും പോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അട്രാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ? അത് ബേസിക് കൺസെപ്റ്റാണ്. ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് 2 ഡയറക്ഷനുകളുള്ള ഒന്നാണ് മാഗ്നറ്റ്. അതിൽ 2 ഡയറക്ഷനുകളും നോർത്തും വന്നു കഴിഞ്ഞാൽ റിപ്പല്ല് ചെയ്യുകയും നോർത്തും സൗത്തും ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുകയുള്ളൂ? അട്രാക്റ്റ് ചെയ്യുകയുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റ് ഡിവൈഡ് ചെയ്ത് രണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. സോ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിപ്പൽ ചെയ്താം. ഓക്കെ, അതെന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മേ അട്രാക്ട് ഓർ റിപ്പൽ. ഒന്നെങ്കിൽ അട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുകയോ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അടുത്തൊരു ചോദ്യം കൂടി, മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി. ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് കനോട്ട് ബി ഡിസ്ട്രോയ്ഡ് ബൈ. ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്തിലൂടെ? ഹാമറിങ് ചെയ്യുവാണെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യാം, ഹീറ്റിംഗ് ആണെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാം, ഡ്രോപ്പിംഗ് ഓൺ എ ഹാർഡ് സർഫസ് ആണെങ്കിൽ അതൊരു പരിധി വരെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യാൻ കാരണമാകും. ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ആവില്ല. കനോട്ട് ബി ഡിസ്ട്രോയിഡ് ബൈ. എന്ത് ചെയ്യില്ല? ബോയിലിംഗ് കൊണ്ട് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ CTET വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും, ഇപ്പോൾ അസംഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ഒരു പഠനം നിങ്ങളെ സഹായിക്കുന്നത്. ഓരോ വർഷം കൂടുമ്പോഴും CTET ആ ഒരു എക്സാം ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കൂടുമ്പോഴും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെവൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ CTET എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. CTET എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീച്ചിങ് ജോലി ഒരു സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പാസ്സാകേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എക്സാം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ CTET എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ വെച്ചുള്ള ഒരു പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. CTET ഏറ്റവും പുതിയൊരു ബാച്ച്. എക്സാം വരാൻ നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസുകളും നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട എക്സാമുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.